എല്ലാവരും സുഖമല്ലേ? ഇന്നൊരു പാസ്ത ഡിഷ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ടൂണ മൊനെ എന്ന് പറയും, അല്ലെങ്കിൽ ടൂണ പാസ്ത ബേക്ക് എന്ന് പറയും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ബർത്ത്ഡേ പാർട്ടീസിനെല്ലാം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിന് വേണ്ടിയിട്ടൊരു സോസ് ഉണ്ടാക്കണം. ബെഷമൽ സോസ് അല്ലെങ്കിൽ മൊനി സോസ് എന്ന് പറയും. പേര് കേട്ടിട്ട് അങ്ങനെ വലിയ കാര്യമാണെന്ന് വിചാരിക്കേണ്ട. വേണ്ടതാകെ മൈദ, പാല്, ചീസ്, ബട്ടർ, പിന്നെ ഗാർലിക്, സവോള. അതാണ് സോസിന് വേണ്ടത്. ബാക്കി പാസ്തയും ടൂണൊക്കെ ടിൻ ടൂണയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അതാണ് എളുപ്പം. ആ ഒരു വലിയ ട്രേന് വേണ്ടിയിട്ട് ഞാൻ ഒരു 500 ഗ്രാമിൻ്റെ സ്പൈറൽ പാസ്ത എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പ് പാസ്ത വേണമെങ്കിലും എടുത്തോ. പിന്നെ ഒരു 3-4 പൊടിയായി അരിഞ്ഞ ഗാർലിക്, പിന്നെ അരക്കഷ്ണം സവോള പൊടിയായി അരിഞ്ഞത്, 1/4 കപ്പ് മൈദ, ഫ്രോസൺ വെജിറ്റബിൾസ്. ഇന്ന് ഞാൻ സോയാബീനും കോണും എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ്, ക്യാരറ്റൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരു 425 ഗ്രാമിൻ്റെ ടൂണ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്, ടിൻ ടൂണ ചങ്ക്സ്. പിന്നെ ഒരു 750 ml ഫുൾ ക്രീം മിൽക്ക് വേണം. പാസ്ത ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോട്ട് വെക്കാം. എന്നിട്ട് അതിൽ വെള്ളം തിളക്കുമ്പം ഈ 1/2 കിലോ പാസ്ത അങ്ങോട്ട് ഇടുക. അതിലേക്ക് നന്നായിട്ട് ഉപ്പിടുക. അത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം കുക്കാവാൻ വെക്കുക. ബേക്ക് ചെയ്യുന്ന സ്റ്റേജിൽ ഈ പാസ്ത കുറേ നേരം കുക്കാവില്ല. അതുകൊണ്ട് ഈ സ്റ്റേജിൽ തന്നെ പാസ്ത നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. വെള്ളം ഡ്രെയിൻ ചെയ്യാൻ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. ഇതൊരു 4 കപ്പോളം ചെഡർ ചീസ് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് ചെഡറാണ്. പിന്നെ നമ്മൾ പാസ്ത കുക്ക് ചെയ്ത അതേ പോട്ടിൽ തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് നമ്മൾ പൊടിയായി അരിഞ്ഞ ഗാർലിക്കും സവോളയും വഴറ്റുക. ഇതിപ്പോൾ നമുക്ക് സോസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഗാർലിക്കും സവോളയും ഒന്ന് സോഫ്റ്റ് ആകുമ്പം ഒരു 1/4 കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇടേണ്ടത്. സോസ് എത്ര കൂടുന്നോ അത്രയും നല്ല ക്രീമി ആയിട്ടുണ്ടാവും പാസ്ത. നിങ്ങൾക്ക് കൂടുതൽ ക്രീമി ആവണമെങ്കിൽ കുറച്ചും കൂടെ ഐറ്റംസ് കൂട്ടിയാൽ മതി. 1/4 കപ്പ് എന്നുള്ളത് 1 കപ്പ് മൈദയാക്കിക്കോ. പാലും 1 ലിറ്റർ പാലും എടുത്താൽ മതി. ഇതിപ്പം 750 ml പാല് 1/4 കപ്പ് മൈദക്ക് യൂസ് ചെയ്യാണ്. ചെറിയ അളവിലാണ് പാലൊഴിക്കുന്നത്. മൈദ ആദ്യം കെട്ടിയ പോലെ ഉണ്ടാവും. അത് വേഗം അലിഞ്ഞോളും. വളരെ ചെറിയ ഹീറ്റിലാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത്. കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഫ്ലേവേഴ്സ് ഗാർലിക്കും സവോളയും സോൾട്ടും പെപ്പറുമാണ്. നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ ഇടാം. വൈറ്റ് പെപ്പർ എടുത്തിട്ടുള്ളത് ഞാൻ. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്തോ. ഇതൊന്ന് കുറുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ തിക്കാവും. അതുകൊണ്ട് അടുത്തന്നെ നിന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ചീസ് ആഡ് ചെയ്യാം. ചീസ് ഇപ്പം ഒരു 3 കപ്പോളം ചീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റാണ്. ഈ സോസിലേക്ക് നമുക്ക് പാസ്തയും ടൂണയും ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ആദ്യം ഇടാം. വെജിറ്റബിൾസ് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ടൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ടിൻ ടൂണ അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ട്രേയിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. സോൾട്ടൊക്കെ ഒന്ന് നോക്കിക്കളയാം.
ഞാൻ ഇന്നൊരു സിറാമിക്കിൻ്റെ ട്രേ എടുത്തിട്ടുള്ളത്, അപ്പോൾ അത് കുക്കും സെർവും ചെയ്യാം. അതിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ചീസ് അതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ചെയ്യുന്ന സമയത്ത് ഞാനവിടെ അവൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റായ അവനിലേക്ക് നമുക്കിത് വെക്കാം. എന്നിട്ടൊരു 15 to 20 മിനിറ്റ്സ് മാക്സിമം വേണ്ടി വരുള്ളൂ. നിങ്ങൾ അവൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് ഈ ഒരു ഗോൾഡൻ കളർ മേലെ ആയിക്കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലാണോ ആവുന്നത് അപ്പം ഓഫ് ചെയ്തിട്ട് എടുത്തേക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കേക്ക് പോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കുറേ കൂടെ ക്രീമി ടെക്സ്ചറുള്ള പാസ്ത വേണ്ടതെങ്കിൽ നമുക്ക് സോസ് ഉണ്ടാക്കുന്ന സ്റ്റേജിൽ പാലും മൈദയും ചീസെല്ലാം കൂട്ടിയിട്ടാൽ മതി. പിന്നെ ചിലവർക്ക് ഈ ടൂണൻ്റെ സ്മെല്ലും ടേസ്റ്റൊന്നും ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ സോസ് ഉണ്ടാക്കില്ല, ഉള്ളിയും ഗാർലിക്കും ഇട്ട് വഴറ്റുന്ന സ്റ്റേജിൽ ചിക്കനെ സോട്ടേ ചെയ്തിട്ട് ബാക്കി പ്രോസസ്സെല്ലാം സെയിം പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ടൂണക്ക് പകരം ചിക്കൻ ബ്രസ്റ്റ് ഇട്ടിട്ടും സെയിം ഡിഷ് ബേക്ക് ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക.